ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ ഒരു ബാഗ് ഉണ്ടാക്കിയായിരുന്നു. നീല കളറിലെ ബാഗ്, ക്രിസ്റ്റൽ ബാഗ് ഉണ്ടാക്കിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ ഞാൻ അന്ന് ചെയ്തിട്ടില്ലായിരുന്നു, മുത്ത് തികഞ്ഞില്ല. ഞാൻ മുത്തൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഹാൻഡിൽ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഹാൻഡിൽ ഇരിക്കുന്നത്, ഈ രീതിയിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ഈ ഫ്രെയിം വെച്ചിട്ടുള്ള ബാഗിൻ്റെ ഹാൻഡിൽ എങ്ങനെയാണ് കുരുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാണ്. ഇങ്ങനെ 2 ഹോളുണ്ട് ഇതിനകത്ത്. ഈ 2 ഹോൾ, ഈ ഹോളിനകത്ത് കങ്കൂസ് കയറ്റി 4 മുത്ത് ഫസ്റ്റ് ഇടുമ്പോഴത്തേക്ക് 4 മുത്തിട്ട് ക്രോസ് ചെയ്തെടുക്കണം. അപ്പോൾ നീളത്തിന് കങ്കൂസ് കട്ട് ചെയ്തെടുക്കണം. നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഒരു ഹോളിൽ കങ്കൂസ് ഈ ഹോളിൽ കൂടെ കയറ്റി ഈക്വലായിട്ട് പിടിക്കുക. ഫസ്റ്റ് 4 മുത്ത് 1 2 ഈ സൈഡും 1 2 4ാമത്തെ മുത്തിൽ നമുക്ക് ക്രോസ് ചെയ്യാം. നാലാമത്തെ മുത്തിൽ ക്രോസ് ചെയ്തു. ഇനി രണ്ട് സൈഡിലും ഓരോ മുത്തിട്ട്, ഇനി 3 മുത്താണ്, 3 എണ്ണം. അതിൽ ഓരോ സൈഡും ഓരോ മുത്തിട്ട് 3ാമത്തെ മുത്ത് ക്രോസ് ചെയ്യുക. മൂന്നാമത്തെ മുത്ത് ക്രോസ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് പിടി എത്രയൊക്കെയാണ് വേണ്ടുന്നത് അതുപോലെ ഈ സൈഡ് വരെ നമ്മൾ കൊരുത്തെടുക്കുക. ഒന്നേന്ന് ചെയ്യുന്ന വീഡിയോ ഇട്ട് തരുമോ, ബാഗ് മുഴുവനായിട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ട് തരുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നായിരുന്നു. ഞാനത് നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഞാനത് ചെയ്തു തരാം. മേക്കിംഗ് വീഡിയോസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് 1-2 കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് ഞാനത് ചെയ്തിട്ട് തരാം. ഞാൻ ബീഡ്സ് വാങ്ങിക്കുന്ന കടയുടെ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ട് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പേരൂർക്കടയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് അതിൽ കമൻറ്റ് ഇട്ടായിരുന്നു. ഞാൻ പേരൂർക്കടയാണ്, നിങ്ങൾ ബീഡ്സ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടായിരുന്നു. ഞാൻ അവർക്ക് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ പോവുക, വാങ്ങിക്കുക, ചെയ്ത് പഠിക്കുക. ആരെങ്കിലും ഇതുപോലെ ചെയ്ത് പഠിക്കാനായിട്ട് താല്പര്യം കാണിക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ അറിവ് നമ്മുടെ കൈ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് മറ്റുള്ളവരിൽ പകർന്നു കൊടുത്താലല്ലേ അത് കാലങ്ങളോളം കൈമാറി പോകും. നമ്മുടെ അറിവ് ആരും അറിയണ്ട, അത് നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന ഓരോ കലയും അവരിൽ അവസാനിക്കും. അങ്ങനൊരു മൈൻഡ് പാടില്ല.
എൻ്റെ ഈ ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് 1-2 പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ട്രിവാൻഡ്രത്തുള്ളവർ തന്നെ വീട്ടിൽ വന്ന ക്ലാസ് എടുത്ത് കൊടുക്കുമോ, ഇത് ഞങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ക്ലാസ് എടുത്ത് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഒരു 10 പേരാവുകയാണെങ്കിൽ 10 പേരുണ്ടെങ്കിൽ ഫസ്റ്റ് ബാച്ച് ഇത് മേക്കിംഗ് മെറ്റീരിയൽസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തരാം. തിരുവനന്തപുരത്ത് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അതിനുള്ള സൗകര്യം ഒരുക്കി തരാം. നമ്മളിപ്പോൾ വീഡിയോ കാണുന്നതും നേരിട്ട് കണ്ട് സംസാരിച്ച് അവർക്ക് ഡൗട്ട് വന്നെങ്കിൽ അത് സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോകുന്നതും രണ്ടല്ലേ. അപ്പം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് തൽക്കാലം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 പേരുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. താല്പര്യമുള്ളവർ എന്നെ അറിയിക്കുക. പിന്നെ തിരുവനന്തപുരത്തല്ല ദൂരെ ഉള്ളവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനത് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാനത് ഉടനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. കാരണം എനിക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ഉള്ളത് കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ചാനലും ഈ അറബിക് ചാനലും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ആ ഒരു മെത്തേഡ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഭാഷ അറിയാന്നുള്ളത് കൊണ്ടല്ല, അവരാ ചെയ്യുന്ന ആ കൈയുടെ മൂവ്മെൻറ്റും എത്ര മുത്തിൻ്റെ കൗണ്ടും അല്ലേ എത്ര ഇത് വേണമെന്നുള്ളതൊക്കെ അവർ വ്യക്തമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പം അവർക്കത് എനിക്കത് ഞാൻ ശ്രദ്ധിച്ച് കണ്ടതുകൊണ്ട് എനിക്കത് പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ആവില്ലല്ലോ. നേരിട്ടാകുമ്പോഴത്തേക്കും കറക്റ്റ് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. ഡൗട്ടുള്ളത് അപ്പോഴെന്നെ ക്ലിയർ ചെയ്ത് പോകാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ തിരുവനന്തപുരത്ത് ശംഖുമുഖം എയർപോർട്ട് സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്കതിൽ സബ്സ്ക്രൈബ് കയറണം, വാച്ച് ടൈം ഉണ്ടാവണം, അതിന് നമുക്കൊരു വരുമാനം കിട്ടും എന്നുള്ള ഒരു ഇത്, പിന്നെ കുറേ പേർക്ക് അതൊരു ഉപകാരമാവും എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അത് ചെയ്ത് കണ്ട് പഠിച്ച് അവരുടെ രീതിയിൽ അവർ ചാനൽ തുടങ്ങുകയോ അല്ലെങ്കിൽ അവരുടെ രീതിയിൽ ചെയ്ത് അതൊരു ബിസിനസ്സാക്കി എടുക്കുകയോ അതൊരു വരുമാനം അവർ കണ്ടെത്തുന്നതിലോ നമ്മളത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോ കാണിക്കുന്നത് 4 ആൾക്ക് ഉപകാരപ്പെടുത്തുക എന്നുള്ള രീതിയിലല്ലേ ചെയ്യുന്നത്. പിന്നെ അത് കണ്ടിട്ട് അവരെ വീഡിയോ മാത്രം കാണണം, അത് കണ്ടിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മുടെ സെൽഫ് യൂസിന് മാത്രമേ അത് എടുക്കാവൂ എന്നൊരു മെൻറ്റാലിറ്റി ഉള്ള കുറച്ച് പേരുണ്ട്. അവരോട് എന്തു പറയാനാ? അല്ലാതെ ഇതൊരു എന്താ പറയുക, ഒരു ജീവിതമാർഗമായിട്ട് കാണുന്നവർക്ക് മറ്റുള്ളവർ ചെയ്ത് അത് എൻ്റെ അത് ചെയ്ത് മറ്റുള്ളവർ പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഈഗോ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഇത് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാനിങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കുന്നത് മാത്രം ഇങ്ങനെ പറഞ്ഞങ്ങ് പോയാൽ മതി. എനിക്കത് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഉദ്ദേശം അതല്ല. എനിക്ക് വരുന്ന എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാറുണ്ട്, വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. അന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് ആർക്ക് വേണോ ഇങ്ങനെ കൊരുത്ത് പോവാം. ഇങ്ങനെ കൊരുത്ത് പോയിട്ട് ഇതിനൊരു തിരിച്ചൊരു വരവുണ്ട്. അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ്
അവിടെയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിങ്ങനെ 4 മുത്തിട്ട് പിന്നെ 3 മുത്തിട്ട് കൊരുത്ത് നമുക്ക് ഇങ്ങനെ അത് എത്ര ദൂരം വേണോ പോവാം. പക്ഷെ അത് ഇപ്പുറത്തെ സൈഡിൽ അടുത്ത ലെയറിൽ കയറുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യേണ്ടത്, അത് അവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആദ്യം ബാഗ് ഉണ്ടാക്കാൻ സമയത്ത് എനിക്ക് ഇതിങ്ങനെ പെട്ടെന്ന് കിട്ടി. പക്ഷേ ഇവിടെ നിന്ന് അടുത്ത ഇത് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ കണ്ട വീഡിയോ എത്ര വട്ടം ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടാണെന്നറിയാമോ എനിക്ക് ആ ഒരു ഇത് മനസ്സിലായത്. സ്കിപ്പ് ചെയ്ത് ഒരു ക്ഷമയില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയി കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് അത് നമുക്ക് കുറച്ച് മുത്തുണ്ടെങ്കിൽ അത് ചെയ്ത് പഠിച്ചിട്ട് നമുക്കതിൽ ഇത് ഇത്രയേ ഉള്ളൂ, ഇത് എനിക്ക് കോൺഫിഡൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അത് സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല. അല്ലാതെ തുടക്കക്കാർ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്ത് പോയിട്ട് അത് മനസ്സിലാവില്ല. ഹാൻഡിലിന് വേണ്ടി നമ്മൾ ഇത്രയും കൊഴുത്തെടുത്ത് നമുക്ക് തന്നെ ഒന്ന് കൗണ്ട് ചെയ്യാം. നമുക്ക് ഇത് ഇത്രയും മതിയാവും, പിടിക്ക് ഇത്രയും മതിയാവും. നമുക്ക് കൗണ്ട് ചെയ്ത് എത്രയുണ്ടെന്നുള്ളത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 24 മുത്ത് നമ്മൾ ഇങ്ങനെ കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൽ 3 മുത്തിടുക. 3 മുത്തിട്ട് ക്രോസ് ചെയ്യുക. 1 2 3. ഈ കങ്കൂസ് ഈ സൈഡിൽ മുത്ത് കൊരുക്കാത്ത കങ്കൂസ് ഈ ഹോളിൽ കയറ്റി ഇപ്പുറത്തോട്ട് എടുക്കുക. അതിനുശേഷം ക്രോസ് ചെയ്യുക. നമ്മൾ ഒരു സൈഡിൽ 3 മുത്തിട്ട് ആ കങ്കൂസ് ഇപ്പുറത്ത് കയറ്റിയിട്ട് നമ്മൾ ക്രോസ് ചെയ്തെടുത്തു, ഇങ്ങനെ എടുത്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകാൻ. ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ സൈഡിൽ 3 മുത്തിടുക. 3 മുത്തിട്ട് ക്രോസ് ചെയ്യുക. 2 3. അടുത്ത ലെയറിലോട്ട് പോകുന്നതിനാണ് ഈ സൈഡിൽ 3 മുത്തിട്ട് ക്രോസ് ചെയ്യാൻ പറയുന്നത്. ഇനി ഈ കങ്കൂസ് ഇതിൽ കാണുന്ന ഫസ്റ്റ് മുത്തിനകത്തോട്ട് കങ്കൂസ് കയറ്റുക. നമ്മളിനി അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് 3 ലെയർ വേണം. 3 ലെയർ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു മുത്തിട്ട് ക്രോസ് ചെയ്തെടുക്കുന്നത്. ഒരു മുത്തിട്ട് ഹാൻഡിൽ ഇതിൻ്റെ ഈ മുത്ത് വളച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ലെയർ ചെയ്യുന്നത് നോക്കാം. ഇതിത്രയും ചെയ്തിട്ട് ഇവിടെ വന്നതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുവരെ കൊരുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ലെയറായി. ഇതുപോലെ ഇനി ഒരു ലെയർ കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ വരണം. ഒരു ലെയർ കൂടെ വന്നിട്ടാണ് നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്തെടുക്കുന്നത്, ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ 2 ലെയറായി. ഇനി ഒരു ലെയർ കൂടെ ചെയ്യണം. അത് ഇവിടെ നിന്ന് അടുത്ത ലെയർ. ഇനി നമ്മൾ ഈ സൈഡ് 3 മുത്ത് ഫസ്റ്റ് കാണുന്ന ഈ കങ്കൂസിൽ ഇതിൽ 3 മുത്തിട്ട് അടുത്ത ലെയർ നമ്മൾ ഇറങ്ങുകയാണ്. 1 2 3. ഈ മൂന്നാമത്തെ മുത്ത് ക്രോസ് ചെയ്തെടുക്കാം.
ക്രോസ് ചെയ്തെടുത്തതിന് ശേഷം ഈ ലെയറിൻ്റെ ഫസ്റ്റ് മുത്തിൽ ഈ കങ്കൂസ് കയറ്റണം. ഈ സൈഡിലുള്ള കങ്കൂസ് ഈ സൈഡിലുള്ള ഫസ്റ്റ് മുത്തിൽ ഒഴിക്കണം. ഇങ്ങനെ കൊരുത്തെടുത്തു. ഇനി ഇവിടം വരെ നമുക്ക് മൂന്നാമത്തെ ലെയർ കൊരുത്ത് പോകണം. രണ്ട് മുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ലെയർ ഇറങ്ങുമ്പോൾ നമ്മൾ 3 മുത്ത്, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് 2 മുത്ത്. 2 മുത്തിടുക, രണ്ടാമത്തെ മുത്ത് ക്രോസ് ചെയ്യുക. ഒരു സൈഡ് 2 മുത്ത് ഇടുക, രണ്ടാമത്തെ മുത്ത് ക്രോസ് ചെയ്തെടുക്കുക. ഈ സൈഡ് വരുന്ന കങ്കൂസ് തൊട്ടടുത്ത് കാണുന്ന മുത്തിനകത്തൂടെ കയറ്റുക. ഇതുപോലെ ഇനി അറ്റം വരെ ഇതുപോലെ ഇങ്ങനെ കൊരുത്ത് വിടാൻ വരെ എത്തണം. ഇവിടെ എത്തിയിട്ട് അടുത്തത് കാണിച്ചു തരാം. മൂന്നാമത്തെ ലെയർ നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 മുത്തിലും കൂടെ ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ അടച്ച് ഓരോ മുത്തിട്ട് ക്രോസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മുതലുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ മൊത്തത്തിൽ നമ്മൾ 3 ലെയറായിട്ട് കൊരുത്തെടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. മൂന്ന് ലെയർ 1 2 3 ലെയറായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ ആക്കിയെടുക്കണം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മുത്തിട്ട് ഈ സൈഡിലുള്ള മുത്തിൽ നമ്മൾ കങ്കൂസ് കയറ്റുക, ഈ എൻഡിലുള്ള മുത്തിൽ കങ്കൂസ് കയറ്റുക.
ഒരു മുത്ത് ഇവിടെ ഇട്ട് കയറി, ഈ സൈഡ് ഒരു മുത്തിട്ട് ഇവിടെ കയറി, ഈ സൈഡിലെ മുത്തിൽ നമ്മൾ കങ്കൂസ് കയറ്റി. ഇനി ഒരു മുത്തിട്ട് നമ്മൾ ക്രോസ് ചെയ്തെടുക്കുക. ക്രോസ് ചെയ്തിട്ട് ഇനി അടുത്തടുത്തുള്ള ഓരോ മുത്തിനും ഈ രണ്ട് സൈഡിൽ നിന്നും കങ്കൂസ് കയറ്റി ഓരോ മുത്തിട്ട് ക്രോസ് ചെയ്ത് ഇതിനെ ഇങ്ങനെ അടച്ച് എടുക്കുക. ഇങ്ങനെ അടച്ചെടുക്കുക. ഒരു മുത്തിട്ടു, ക്രോസ് ചെയ്തു. ഇനി അടുത്ത മുത്തിൽ കങ്കൂസ് കയറ്റുക. ഇവിടെ എത്തുന്നവരെ ഓരോ മുത്തിട്ട് ക്രോസ് ചെയ്ത് ഇവിടം വരെ എത്തിക്കുക. രണ്ട് സൈഡിലെ കങ്കൂസിലും രണ്ട് സൈഡിലെ മുത്തിലും കയറ്റി ഓരോ മുത്തിട്ടിട്ട് ക്രോസ് ചെയ്ത് ഇവിടെ വരെ എത്തുക. അതുവരെ ഇതുവരെ എത്തിയിട്ട് കാണിച്ചു തരാം. കൈയുടെ ഇത്രയും ഭാഗം കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1, 2, 3 മുത്തും കൂടി ഇടണം. അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഈ രണ്ട് സൈഡിലെ മുത്തിലും കോർത്തെടുക്കുക. ആദ്യം കങ്കൂസ് കയറ്റുക. ഒരു മുത്തിട്ട് ക്രോസ് ചെയ്യുക. മുത്തിടുക, ക്രോസ് ചെയ്യുക. ലാസ്റ്റ് മുത്ത് നമ്മൾ ലാസ്റ്റത്തേത് ഒരു മുത്തിട്ട് ക്രോസ് ചെയ്ത് അത് തീർക്കുകയാണ്. തീർത്തു. ഇനി ഈ ബാലൻസ് വരുന്ന ഈ കങ്കൂസിന് ഇവിടെ വെച്ച് കെട്ടരുത്. കെട്ടിയാൽ നമുക്ക് ഇതറിയാൻ പറ്റും. ഇത് ഇങ്ങോട്ട് ഈ കങ്കൂസ് പോകുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവരിക. ഇത് എത്ര നീളമുണ്ടോ അതിനനുസരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ച് ഒരു കെട്ടിട്ട് അങ്ങ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൊരുത്തിട്ട് അങ്ങ് കട്ട് ചെയ്യുക. ബാഗിൻ്റെ ഹാൻഡിലായി. ഇങ്ങനെയാണ് ബാഗ്. ഈ കങ്കൂസ് ഇങ്ങോട്ടും എല്ലാം വെച്ച് കെട്ടിയിട്ട് ലാസ്റ്റ് ഫൈനൽ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ബാഗിൻ്റെ ഹാൻഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ബാഗ്. ഇനി ഇതും കൊണ്ടാണ് എൻ്റെ കറക്കം.
ഒരുപാട് നാളത്തെ എൻ്റെ കഠിനാധ്വാനമാണ് ഈ ബാഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബാഗ് ഡയറക്റ്റ് വന്ന് പഠിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം. കാരണം കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. ഇത് കണക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. അവർക്ക് പേഴ്സണലി വന്ന് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, അവർക്ക് ക്ലാസ് പഠിപ്പിച്ച് കൊടുക്കുമോ, അത് ഞാനിത് കണക്ക് ബാഗ് വീഡിയോ കണ്ടിട്ട് എനിക്കത് മനസ്സിലാകുന്നില്ല, അപ്പോൾ എനിക്കൊന്ന് പഠിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പതുക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 10 പേരാവുകയാണെങ്കിൽ ഞാൻ അത് ക്ലാസ് ഞാൻ എടുത്തു കൊടുക്കും. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല, ഡയറക്റ്റ് ക്ലാസ്സിൽ കണ്ട് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. വീഡിയോയിലാവുമ്പോഴത്തേക്കും നിങ്ങൾ കമൻറ്റ് ഇടുന്നത് ഞാൻ കാണുന്നത് എപ്പോഴാണ്, എങ്ങനെ എനിക്കതിൽ റിപ്ലൈ ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇത് ഡയറക്റ്റ് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതിനെക്കുറിച്ച് ഡയറക്റ്റായിട്ട് വന്ന് പഠിക്കാൻ താല്പര്യം 1-2 പേര് പറഞ്ഞായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ പതുക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 10 പേര് ആവുമ്പോഴത്തേക്ക് ഞാൻ അറിയിക്കാം. മെറ്റീരിയൽസ് ഉൾപ്പെടെ ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർക്ക് ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ക്ലാസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് ഞാനത് നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ എന്നെ അറിയിക്കുക. ഞാനത് പഠിപ്പിച്ച് തരാം. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല. ഇത് ഓരോ എൻഡും അടുത്ത ലെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് വീഡിയോയിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ അല്ലേ, അത് കണ്ട് വരുമ്പോഴേ നമുക്ക് ഡയറക്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാനത് കറക്റ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ബാഗ് നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ. ഇനി ഇതും കൊണ്ടാണ് എൻ്റെ അംഗം. ഇനി പുറത്ത് പോകുമ്പോഴെല്ലാം ഇതും തൂക്കിക്കൊണ്ട് പോകും. മറ്റേ തൂക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ആരാധകരുണ്ട് ആ ബാഗിന്. പിന്നെ അടുത്ത ഇതിനാണ് ആരാധകർ കൂടാൻ പോകുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.